നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മുണ്ടക്കൈ ചൂരൽമല കടയുടമകൾക്കും സംരംഭകർക്കും കൈത്താങ്ങ്, നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട കടയുടമകൾക്കും സംരംഭകർക്കും കൈത്താങ്ങായി സംസ്ഥാന സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിൽ കനത്ത നാശനഷ്ടം നേരിട്ട കച്ചവടക്കാർക്ക് ആശ്വാസം പകരുന്ന സുപ്രധാന തീരുമാനങ്ങൾ സംസ്ഥാന ക്യാബിനറ്റ് കൈക്കൊണ്ടു. മന്ത്രി കെ രാജനാണ് വാർത്താ സമ്മേളനത്തിലൂടെ വിശദവിവരങ്ങൾ അറിയിച്ചത്. ദുരന്തത്തിൽ കടകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ തീരുമാനമായി. 52 ഉടമസ്ഥരുടെ 126 കടമുറികൾക്ക് നഷ്ടപരിഹാരം നൽകും. ഓരോ ഉടമയുടെയും ആദ്യത്തെ കടമുറിക്ക് 7 ലക്ഷം രൂപ വീതവും തുടർന്ന് വരുന്ന ഓരോ അധിക കടമുറിക്കും 2.5 ലക്ഷം രൂപ വീതവും സർക്കാർ നൽകും. എല്ലാ കടമുറികൾക്കും ഈ ആനുകൂല്യം ലഭ്യമാകുമെന്നും മന്ത്രി അറിയിച്ചു. അതായത് ഇപ്പോഴത്തെ പ്രാഥമികമായ കണക്കനുസരിച്ച് 52 ഓണർമാരുടെ 126 കടമുറികളാണ് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ 126 കടമുറികൾക്കുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ 52 കടക്കാരുടെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ എന്ന വിധത്തിൽ ഉള്ള സഹായമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. 72 ആളുകളുടെ ഉടമസ്ഥതയിലുള്ള 83 സംരംഭങ്ങൾക്ക് നഷ്ടത്തിന്റെ 50% തുക സഹായമായി സംസ്ഥാന സർക്കാർ നൽകും. വ്യവസായ മേഖലയിലുള്ളവർക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെയും, സേവന മേഖലയിലുള്ളവർക്ക് 10 ലക്ഷം രൂപ വരെയും, വ്യാപാര മേഖലയിലുള്ളവർക്ക് 7 ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും. അതോടൊപ്പം തന്നെ 72 ആളുകളുടേതായി 83 സംരംഭകങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധാരണ നിലയിൽ എന്നാണ് കണ്ടത്. അതിൽ ഇൻഡസ്ട്രിയൽ രംഗത്തുള്ള സംരംഭകത്വങ്ങൾക്ക് നഷ്ടത്തിന്റെ 50% തുകയോ അത് ഏറ്റവും കൂടിയാൽ 20 ലക്ഷം രൂപ വരെയോ നൽകാനും, സർവീസ് രംഗത്ത് കമേഴ്സ്യൽ സർവീസ് രംഗത്തുള്ള സംരംഭകത്വങ്ങൾ 50% സംഖ്യയോ ഏറ്റവും കൂടിയാൽ 10 ലക്ഷം രൂപ വീതമോ, ട്രേഡ് രംഗത്തുള്ള സംരംഭകത്വങ്ങൾക്ക് 50% തുകയോ ഏറ്റവും കൂടിയാൽ അത് 7 ലക്ഷം രൂപ വരെയോ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദുരന്തബാധിതരുടെ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുന്നതിനായി 18 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിച്ച കാലയളവിലെ പലിശ ഈടാക്കരുതെന്ന് ബാങ്കുകളോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. കൂടാതെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയത് ദുരന്തബാധിതരുടെ സിബിൽ സ്കോറിനെ ബാധിക്കാതിരിക്കുവാനുള്ള നടപടികൾ ബാങ്ക് ഡയറക്ടർ ബോർഡുകൾ സ്വീകരിക്കുമെന്ന് സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റി ഉറപ്പ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം ഫെബ്രുവരി 25 നടത്തും. സർക്കാർ നൽകുന്ന ഭൂമി ആവശ്യമില്ലാത്തവർക്ക് വീട് നിർമ്മാണത്തിനായി ഇതിനോടകം തന്നെ 15 ലക്ഷം രൂപയും സർക്കാർ നൽകിയിട്ടുണ്ട്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.